നമുക്കറിയാം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണകൂടത്തിന്റെ തിക്തമായ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരളത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരാൻ അവസരം കൊടുക്കുമ്പോൾ കേരളീയ സമൂഹം വിചാരിച്ചിരുന്നതും അവരുടെ ലക്ഷ്യവും ഒറ്റൊന്നായിരുന്നു. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഈ നാടിനെ കഴിഞ്ഞ 10 വർഷക്കാലം പുറകോട്ട് വലിക്കുകയും ഈ നാടിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും മാത്രമല്ല നമ്മുടെ നാടിന്റെ സമ്പത്തിനെയും നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം, എക്കാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ സ്വീകരിക്കാറുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ തുടക്കമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായത് എന്നതിന്റെ തിക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകമാനം ഉണ്ടായത് എന്ന് കാണാനും ആ വിജയത്തിന്റെ ആഘോഷങ്ങളിൽ നമ്മുടെ പ്രിയങ്കരനായ MLA-മാർക്കും നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പ്രിയങ്കരനായ ശ്രീ AP അനിൽകുമാർ അവർക്കുമൊക്കെ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്ന അതിഗംഭീരമായ സ്വീകരണത്തിന്റെയും ആഹ്ലാദത്തിന്റെയും തിമിർപ്പിലാണ് നാം എല്ലാവരും എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കേണ്ടത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൽ നമ്മൾ അനുഭവിച്ച യാതനകൾ ചില്ലറയായിരുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ പോലീസിനെ വെച്ചുകൊണ്ട് തേർവാഴ്ച നടത്തി അവരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ധരിച്ച എക്കാലത്തും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാജ് നിലനിൽക്കുമെന്ന് ധരിച്ചവർക്ക് തെറ്റുപറ്റി എന്ന് തെളിയിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ ഈ ഗവൺമെന്റിനെതിരായി സമരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാക്കിയ ആ സമരങ്ങൾക്ക് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോ നമുക്ക് സത്യത്തിൽ തമാശയാണ് തോന്നുന്നത്. ഒരു സമരം കേരളത്തിലെ യുവാക്കൾ ഇന്നലെ DYFIയുടെ നേതൃത്വത്തിൽ നടത്തി. അവർ വിളിക്കുന്ന മുദ്രാവാക്യം എന്താണ്? യുവാക്കളുടെ ജോലി നഷ്ടപ്പെടുത്തുന്ന, യുവാക്കളെ അപമാനിക്കുന്ന, അവർക്ക് ജോലി കൊടുക്കാത്ത ഗവൺമെന്റ് രാജിവെക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലം PSCയെ നോക്കുകുത്തിയാക്കി മാറ്റി എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് കിങ്കരന്മാർക്ക് മാത്രം PSC പരീക്ഷയിൽ മാന്യമായി പഠിച്ചു പരീക്ഷ എഴുതുന്നവരെ മാറ്റി നിർത്തി മാർക്സിസ്റ്റ് ഗുണ്ടകളെയും അതുപോലെ തന്നെ DYFIയുടെ ഗുണ്ടകളെയും മാത്രം ഉദ്യോഗങ്ങളിൽ തിരികെ കയറ്റിയിരുന്നുവെങ്കിൽ മാന്യമായി പരീക്ഷ എഴുതിയ ആളുകൾക്ക് അവർക്ക് ജോലി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കറവ പശുവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെള്ളയാനയുമാണ് എന്ന് ധരിച്ചവർക്ക് അതല്ല, കേരളത്തിലെ സാധാരണക്കാരായ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരികളുടെയും ജീവിത സാഹചര്യങ്ങൾക്ക് അവർക്ക് താങ്ങായി നിൽക്കേണ്ടതാണ് PSC എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇത് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണ്. മറ്റൊന്ന് നടത്തിയ സമരം എന്താ? ആ സമരത്തിന്റെ മുദ്രാവാക്യം എന്താ? കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ ഇല്ലാതാക്കുന്നു. എന്തായിരുന്നു യാഥാർത്ഥ്യം? നമുക്കറിയാമല്ലോ. ക്ഷേമ പെൻഷൻ എന്ന പേരിൽ 6-7 വർഷം മുമ്പ് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരുടെയും നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരുടെയും ഒക്കെ പേരിൽ കള്ളൊപ്പിട്ടുകൊണ്ട് ഇപ്പോഴും ആ പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് കൊള്ളക്കാർ, ഇടതുപക്ഷ കൊള്ളക്കാർ, ആ കൊള്ളക്കാരോട് പറഞ്ഞു, ഇനി വേണ്ട, കേരളത്തിലെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, അത് ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ അവകാശമാണ്. ആ അവകാശം സ്ഥാപിച്ചു കൊടുത്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള ഓരോ പെൻഷനുകളും, കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഓരോ പെൻഷനും, ആ പെൻഷന്റെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഓരോന്നോരോ നന്ദി പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. കേരളത്തിലെ നിർമ്മാണ തൊഴിലാളിയാവട്ടെ, കേരളത്തിലെ ടാക്സി തൊഴിലാളിയാവട്ടെ, കേരളത്തിലെ തെങ്ങുകയറ്റ തൊഴിലാളിയാവട്ടെ, കേരളത്തിലെ അരക്ക് തൊഴിലാളികളാവട്ടെ, കേരളത്തിലെ പ്ലാന്റേഷൻ തൊഴിലാളികളാവട്ടെ, കേരളത്തിലെ ഫാക്ടറി തൊഴിലാളികളാവട്ടെ, എന്തിനേറെ കേരളത്തിലെ എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവന്റെ ആശ്വാസ പദ്ധതി എന്നുള്ള നിലയിൽ അവർക്ക് പെൻഷനും ആശ്വാസവും നൽകിയ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിനോടാണ് പെൻഷൻ നിർത്തുന്നവരെന്ന് ആക്ഷേപിക്കുന്നത്. പെൻഷൻ നിർത്തുകയല്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ ആകെ 16 ലക്ഷത്തോളം പെൻഷൻകാരുണ്ടായിരുന്ന കേരളത്തിൽ ഏതാണ്ട് 37 ലക്ഷത്തോളം സാധാരണക്കാരായിട്ടുള്ള അവസരക്ക് പെൻഷൻ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇപ്പൊ പറയുന്നത് ഞങ്ങൾ 68 ലക്ഷം കൊടുത്തു എന്ന. ഏതാ നിങ്ങൾ 68 ലക്ഷം?
ഏതാണ്ട് 68 ലക്ഷം. ഞാൻ പറയട്ടെ, ഈ രാജ്യത്തെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം എന്ന് പറയുന്നത് പോലെ നമ്മളുടെയൊക്കെ പാവപ്പെട്ട തൊഴിലാളികൾ, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, അവരുടെ അപ്സാദായമടച്ച് അവർ സ്വരൂപിച്ചിട്ടുള്ള പണം, അത് നിർമ്മാണ തൊഴിലാളിയാവട്ടെ, കർഷക തൊഴിലാളിയാവട്ടെ, മോട്ടോർ തൊഴിലാളിയാവട്ടെ, അവരെല്ലാവരും അവരുടെ വിയർപ്പിന്റെ ഗന്ധമായി സ്വരൂപിച്ച പണം, ആ സ്വരൂപിച്ച പണം അവർക്ക് ഒരു ബാധ്യതയും ഗവൺമെന്റിന് ഉണ്ടാക്കാതെ ഇവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യം, ആ ആനുകൂല്യമാണ് ഇവരുടെ 68 കണക്ക് കൂട്ടുന്നത്. ഇതെന്ത് ആഭാസമാണ്, ഇതെന്ത് വിരോധാഭാസമാണ്, ഇതെന്ത് നീതികേടാണ്. മാത്രമല്ല അതിലെ സ്ഥിതി എന്താ? നമ്മൾ ഭരിക്കുമ്പോ നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷനുണ്ട്, അവർക്ക് തന്നെ സമാശ്വാസം എന്നുള്ള നിലവിൽ 60 കഴിഞ്ഞാലോ, അതല്ലെങ്കിൽ വിധവയായാലോ, അതല്ലെങ്കിൽ വിവാഹിതയാകാഞ്ഞാലോ അവർക്ക് പെൻഷൻ കൊടുക്കുന്ന സ്കീം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ ആ 2 പെൻഷനും ഒരുപോലെ കൈപ്പറ്റാൻ അവകാശം കൊടുത്തിരുന്നു നമ്മൾ. ആ അവകാശം ഇപ്പോൾ ഉണ്ടോ? നിർമ്മാണ തൊഴിലാളിയുടെ പെൻഷൻ വാങ്ങുന്നവന് അവനവസര പെൻഷൻ കൊടുക്കുന്നുണ്ടോ? കർഷക തൊഴിലാളിയുടെ പെൻഷൻ വാങ്ങുന്നവന് അവനവസര പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഇത് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശം തന്നു, നിങ്ങൾക്ക് അധികാരം തന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരം, ഇടതുപക്ഷത്തിന്റെ ധിക്കാരം, കമ്മ്യൂണിസ്റ്റ് ഭരണകിങ്കരന്മാരുടെ ധിക്കാരവും തിട്ടൂരവും, ആ തിട്ടൂരമാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നതെങ്കിൽ ആ തിട്ടൂരം ഇനി കേരളത്തിന്റെ മണ്ണിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ. അങ്ങനെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായ തിരിച്ചുവരവ് കേരളത്തിലുണ്ടായത്. ആ തിരിച്ചുവരവിന്റെ ഒരു സ്വഭാവം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായത്. നിങ്ങൾക്കറിയാം, കാലങ്ങളോളമായി നമുക്ക് നഷ്ടപ്പെട്ട നിലമ്പൂർ, കാലങ്ങളോളമായി നമുക്ക് നഷ്ടപ്പെട്ട പൊന്നാനി, അതുപോലെ തന്നെ തവനൂർ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങൾ. വണ്ടൂരിനെ കുറിച്ച് ഞാൻ പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല, മണ്ടൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു കുടുംബനാഥനായി, ഒരു സഹോദരനായി, ഒരു സഹപ്രവർത്തകനായി, ഒരു ജ്യേഷ്ഠനായി, ഒരനുജനായി, ഒരാങ്ങളയായി അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന നമ്മുടെ പ്രിയങ്കരനായ റവന്യൂ മന്ത്രി ശ്രീ AP അനിൽകുമാർ അവർകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഭൂരിപക്ഷം വർദ്ധിച്ച് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ച് അവിടെ ഇരുത്തുകയാണ്. ഇന്ന് അദ്ദേഹം കേരളത്തിന്റെ ഏതാണ് പോർട്ട്ഫോളിയം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന് വക നൽകുന്നതാണ്. മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു റവന്യൂ മന്ത്രിയെ കേരളത്തിന് ലഭിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ അനിൽകുമാറിലൂടെയാണ്. അതുപോലെ തന്നെ നിലമ്പൂരിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ആര്യാടൻ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അസ്തിത്വം പകരാൻ അഹോരാത്രം പ്രവർത്തിച്ച് ഒന്നിച്ചു പോരാടിയ ശ്രീ ആര്യാടന്റെ മരണശേഷം നിലമ്പൂർ നഷ്ടപ്പെട്ടുവെങ്കിൽ ആ നിലമ്പൂരിനെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് MLA-മാരുടെ ഭൂരിപക്ഷം കണക്കിന് ഏതാണ്ട് 56,000-ഓളത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. പൊന്നാനിയോ? പൊന്നാനി എപ്പോഴും മാർക്സിസ്റ്റുകാർ പറയും ഞങ്ങളുടെ കൊത്തളമാണ്, ഞങ്ങളുടെ കോട്ടയാണ്, പൊന്നാനിയിലേക്ക് ആരും വരേണ്ടതില്ല. ഇതാ അരീക്കോട്ടിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുപ്പക്കാരനും KPCC-യുടെ ജനറൽ സെക്രട്ടറിയും ആയ ബഹുമാനപ്പെട്ട നൗഷാദ് അലിയോട് നിങ്ങൾ പൊന്നാനിയിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം പൊന്നാനിയിലേക്ക് മത്സരത്തിന് പോയി. അവിടെ കാണാൻ കഴിഞ്ഞത് എന്താ? ഞങ്ങളുടെ കുത്തകയെന്ന് അവകാശപ്പെട്ട MP ഗംഗാധരൻ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് MP ഗംഗാധരനാൽ പിടിച്ചെടുക്കപ്പെട്ട ആ സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ മലപ്പുറം ജില്ലയുടെ ഒരറ്റമായ കിഴക്കറ്റമായ മലമൂട്ടിൽ നിന്നും വന്ന ബഹുമാന്യനായ നൗഷാദ് അലി അദ്ദേഹത്തിന്റെ ശക്തമായ പോരാട്ടത്തിന്റെ ഫലമായി ആ സീറ്റും നമ്മൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. മറ്റൊന്ന് തവനൂരാണ്. തവനൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവിന്റെ, ഏത് പിതാവ്? എന്റെ അപ്പന് തുല്യമാണ് പിണറായി. ആരാ പറയുന്നത്? എന്റെ വാപ്പാക്ക് തുല്യമാണ് പിണറായി. ആരാ പറയുന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട മുൻമന്ത്രി ഉണ്ടല്ലോ, KT ജലീൽ. എല്ലാ വെല്ലുവിളിയും അദ്ദേഹം നടത്തി. ഞങ്ങൾ അന്നേ പറഞ്ഞു, കാരക്കയിൽ സ്വർണവും മുസായബിൽ സ്വർണവും കൊണ്ടുവന്ന അങ്ങയെ അവിടുത്തുകാർക്കറിയാം, നിങ്ങൾക്കുള്ളത് വെച്ചിട്ടുണ്ട്, കാത്തുവെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് സമിതിയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ PS ജോയ്, ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്തൊന്ന് അങ്ങോട്ട് ഇരുന്നാൽ, ഈ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത്, നമ്മളെ പരിപാടിയല്ലേ, നമ്മളല്ലേ ഇത് വിജയിപ്പിക്കേണ്ടത്, നിങ്ങൾ പിറകിലോട്ട് പോകണം ദയവ് ചെയ്ത്.
ആ മുമ്പൊന്ന് മാറണം, നിങ്ങൾ പുറകിലേക്ക് പോകണം. നമ്മുടെ പരിപാടിയല്ല. ഈ വന്നിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട AICC സെക്രട്ടറിയുടെയും പ്രസംഗം കേൾക്കുവാനും നമ്മുടെ നേതാക്കന്മാർ അനുമോദിക്കുന്ന ചടങ്ങിൽ കാഴ്ചക്കാരായി അവരെ കാണുവാനും അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനും വന്നവരല്ലേ. അവർക്കൊക്കെ കാണാൻ അവസരം ഉണ്ടാവണം. അവർക്കൊക്കെ കാണാൻ അവസരം ഉണ്ടാവണമെങ്കിൽ ഈ നിൽക്കുന്നവർ ദയവ് ചെയ്ത് എന്താ ഒരു അനക്കല്ലാത്തത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ അങ്ങനെ ഒന്നനങ്ങും വാ വാ കയറി വാ. ആ ഈ ഇവിടെ ആളുകൾ കൂടി നിൽക്കുന്ന ആളുകൾ ബാക്കിലേക്ക് പോട്ടെ. ദയവ് ചെയ്ത് ചെയ്യൂ. നമ്മളെല്ലാവരും നേതാക്കന്മാരാ, ആരും അണികളല്ല, എല്ലാവരും നേതാക്കന്മാരാ. പാർട്ടിക്ക് ഒരു പ്രസിഡന്റ് ആവുന്നത് കൊണ്ട് ഒരാൾ പ്രസിഡന്റ് ആവും, പാർട്ടിക്ക് സെക്രട്ടറിമാർ കുറച്ചുള്ളത് കൊണ്ട് അവർ സെക്രട്ടറിമാരാവും. പക്ഷേ ഈ ഇരിക്കുന്നവരൊക്കെ പ്രസിഡന്റ് ആവാനും സെക്രട്ടറി ആകാനും ഒക്കെ പ്രാപ്തിയും കഴിവും ഉള്ളവർ തന്നെയാണ്. എല്ലാവരുടെയും ക്രെഡിബിലിറ്റിയെയും എല്ലാവരുടെയും ആത്മാഭിമാനത്തെയും പുകഴ്ത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ദയവ് ചെയ്ത് അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇവിടെ ഈ വഴിയിൽ നിൽക്കുന്ന ആളുകൾ അവർ മറ്റവർക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുക. അപ്പൊ നിങ്ങൾ ബാക്കിൽ കയറണമെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കിൽ നിന്നാൽ കുറച്ച് നന്നായി, ഇല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അതിന് പോകാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട KL 55 AN 6336 വാഹനമാരതാണെങ്കിലും അവിടുന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. നമ്മുടെ സമ്മേളനത്തിന് എന്തൊരു തടസ്സമായി നിൽക്കുക. KL 55 AN 6336 നേതാക്കന്മാർ സ്റ്റേജിൽ ഇരിക്കുന്ന നേതാക്കന്മാരുടെ ആരെങ്കിലും ആണോ? അതേപോലെ ഒരു ചാവി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആര് വന്നാലും തിരിച്ചു കൊടുക്കും. ചാവി നഷ്ടപ്പെട്ടവർ ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് തവനൂരിനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട പിണറായി ഇപ്പൊ അടുത്ത അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി, സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, എന്റെ വാപ്പാക്ക് തുല്യൻ, എനിക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ ഒരു പിതാവായി, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ വേദനയും സന്തോഷവും ഒക്കെ ആവാഹിച്ചെടുത്ത് അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ പരാജയപ്പെടുത്തിയതിന്റെ അനുഭവം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ആരാ പറയുന്നത്? പിണറായി വിജയന്റെ തോൽവിക്ക് ഏറ്റവും കൂടുതൽ കാരണക്കാരൻ ഒന്നാമത്തെ ഈ സ്വർണ്ണക്കൊള്ളയാ. ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് ഈ മുസാഹിബിന്റെ നടുക്കണ്ട. ഈ മുസാഹിബിന്റെ നടുക്കണ്ട എന്ന് പറഞ്ഞാൽ മുസാഹിബിൽ സ്വർണം കൊടുത്ത മാന്യൻ അല്ലെ. അവിടെ നമ്മൾ കോൺഗ്രസിന്റെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VS ജോയിയോട് പാർട്ടി പറഞ്ഞു, നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും പാർട്ടി ഉണ്ടായിട്ട് ജയിച്ചിട്ടില്ലാത്ത തവനൂരിൽ പോയി മത്സരിക്കണം. പാർട്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം തവനൂരിലേക്ക് പോയി ചെന്നപ്പോ അവിടെയുള്ള പ്രവർത്തകർ പറഞ്ഞു, ഞങ്ങൾ ഇതാ നിങ്ങളെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ ഇതാ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങളുടെ ഓരോ ഇഞ്ചുള്ള വളർച്ചയ്ക്കും നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും. അദ്ദേഹം അവർക്ക് മറുപടി കൊടുത്തു. എന്താ മറുപടി എന്നറിയുമോ? എന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രതിനിധിയാക്കിയാൽ നിങ്ങൾക്കൊപ്പം ഒരു കൊച്ചനുജനായി, നിങ്ങൾക്കൊപ്പം ഒരു സഹോദരനായി, നിങ്ങൾക്കൊപ്പം ഒരു സഹോദരനായി, നിങ്ങളുടെ ആങ്ങളയായി നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകും. ഇപ്പോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ തെരഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടൂല. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം എടപ്പാളിലാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നില്ലല്ലോ? അദ്ദേഹം മറുപടി പറഞ്ഞു, എന്നെ തെരഞ്ഞെടുത്തത് എടപ്പാളുകാരാണ്. എടപ്പാളുകാരുടെ മനസ്സിന്റെ വേദന, 10 വർഷക്കാലം അവർ മനസ്സിൽ അടക്കി വെച്ച ദുഃഖവും ദുര്യോഗവും എന്റെ മുന്നിൽ അവർ കെട്ടടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കെട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഭാണ്ഡത്തെ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എടപ്പാളിൽ തന്നെ താമസമുറപ്പിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ജനപ്രതിനിധികൾ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ അട്ടഹാസങ്ങളും ഉണ്ടായി. ആ അട്ടഹാസങ്ങൾ ഉണ്ടായിട്ടും 11,000-ലേറെ ചില്ലാനം വോട്ടിന് അദ്ദേഹം നിലമ്പൂരിൽ ജയിച്ചു. ഞങ്ങൾ കരുതി ഇതാണ് ഞങ്ങളെ ഏറ്റവും വലിയ വിജയം. ഞങ്ങൾ ധരിച്ചു ഇതാണ് വലിയ വിജയം, ഇനി അപ്പുറത്തേക്കൊരു വിജയമില്ല. പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിലെ കിട്ടിയ 6 മാസം 8 മാസം ഞങ്ങൾക്കൊക്കെ ചെറിയ അസൂയൊക്കെ ഉണ്ടായിരുന്നു, സത്യം പറയാനൊക്കെ. ഞങ്ങൾക്കൊക്കെ ഒന്നും ഒരു റോളും ഇല്ല. എവിടെ പോയാലും MLA, എവിടെ ചെന്നാലും MLA-യുടെ ഫ്ലക്സ്, എവിടെ ചെന്നാലും MLA-യുടെ ഉദ്ഘാടനം, എവിടെ ചെന്നാലും MLA-യുടെ ഫണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ പാടെ പുടുത്തം വിട്ടോ. പക്ഷേ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഈ മണ്ണിന്റെ ജനപ്രതിനിധിയായി
ആര്യാടന് ശേഷം ഈ മണ്ണിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നവരായി ഏറ്റെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കൊടുത്ത വോട്ട് എത്രയാണെന്നറിയോ? 56,000. ഇടക്ക് എണ്ണിയപ്പോ ബാബുട്ടി തന്നെ പറഞ്ഞു ഇനി എണ്ണണ്ടാന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം വന്നോ കണ്ണേറ് തട്ടും എന്ന് ബാബുട്ടിക്ക് ഒരു പേടി. അതുകൊണ്ട് ഇനി എണ്ണണോ എണ്ണണ്ടേന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ 56,000 വോട്ട്. മറ്റേ നിങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഭൂമി സംബന്ധമായി ഉണ്ട്, പ്രത്യേകിച്ച് കരുവാരുണ്ട് മേഖലയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ കിഴക്കൻ മേഖലകളിലൊക്കെ ഫോറസ്റ്റ് മേഖലകളിൽ EFL ആയി പ്രഖ്യാപിച്ച കുറെ ഭൂമികൾ, നികുതി അടക്കാൻ കഴിയാത്ത ഭൂമികൾ, അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ആ ബാങ്ക് ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അതിനൊക്കെ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുന്നത് റവന്യൂ വകുപ്പാണ്. ആ റവന്യൂ വകുപ്പ് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ റവന്യൂ വകുപ്പിന്റെ മന്ത്രി ശ്രീ AP അനിൽകുമാർ, ഇവർക്കൊക്കെയാണ് നമ്മൾ സ്വീകരണം കൊടുക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നത് ആരാ? നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ KC വേണുഗോപാൽ. നിങ്ങൾക്കറിയാമല്ലോ KC വേണുഗോപാലിനെ. നമുക്ക് ഓർമ്മയുണ്ട്, ബഹുമാന്യനായ രാഹുൽ ഗാന്ധി ഒരു ജാഥ നയിച്ചപ്പോ ആ ജാഥയുടെ മുന്നിൽ ഒരു സാധാരണക്കാരനെ പോലെ നടന്നു നീങ്ങി ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുക വഴി ഇന്ത്യക്ക് തന്നെ ഒരു മെസ്സേജ്, കേരളത്തിന് പ്രത്യേകിച്ചും ഒരു മെസ്സേജ് കൊടുത്ത് ഇന്ത്യയുടെയും കേരളത്തിന്റെയും രാഷ്ട്രീയ മാറ്റങ്ങൾക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യം നോക്കാതെ മുന്നോട്ടു പോകുന്ന ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെയും അദ്ദേഹത്തിന്റെ ശക്തമായ നേതൃത്വത്തിന്റെയും ഫലമായിട്ടാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വന്നത്. ആ ഐക്യജനാധിപത്യ മുന്നണി വന്നപ്പോ നമുക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടി. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ നാടിലെ ജനത. ഞാൻ ഇന്നലത്തെ ഒരു പത്രസമ്മേളനം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇന്നലത്തെ ഒരു പത്രസമ്മേളനം എല്ലാവരും വട്ടളഞ്ഞ് കഴുകന്മാരെ പോലെ, പത്രമാധ്യമങ്ങളിൽ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഒരു കഴുകനെ പോലെ കൊത്തിപ്പറിക്കാൻ നിൽക്കുന്ന ഘട്ടത്തിൽ പലരും പറഞ്ഞു, രാവിലെ വാർത്ത ചില ചാനലുകാരൊക്കെ പറഞ്ഞു, ചില ചാനലുകൾ മാത്രമല്ല ചില ഓൺലൈൻ മാധ്യമങ്ങളും പറഞ്ഞു ഇന്നത്തെ പത്രസമ്മേളനം ഉണ്ടാവില്ല. കാരണം എന്താ? പത്രസമ്മേളനത്തിന് മറുപടി പറയാൻ ബഹുമാനപ്പെട്ട VD സതീശന് കഴിയാതെ പോകും, അതിനുള്ള ധൈര്യമില്ല എന്നാ പറഞ്ഞത്. ചിരിച്ച് സുസ്മേരവദനായി പത്രക്കാരുടെ മുൻപിലേക്ക് വന്ന VD സതീശനോട് ചോദ്യങ്ങൾ ഓരോന്ന് ചോദിച്ചപ്പോ ആ ചോദ്യങ്ങളിൽ മൈക്ക പിടിച്ച് പിരിച്ചു വലിച്ചെറിഞ്ഞില്ല, പത്രക്കാരോട് ഭീഷണിപ്പെടുത്തിയില്ല. വളരെ കൂളായിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാത്തിനും മറുപടി ഉണ്ട്, പക്ഷേ എല്ലാവരുടെ ചോദ്യവും ഒന്ന് കഴിയണം. ഇടയ്ക്ക് കയറി ഓരോരുത്തരും ചോദിക്കരുത്. ചോദിക്കുമ്പോ എന്റെ ഫ്ലോ നഷ്ടപ്പെടും. ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെ പറയാൻ കഴിയുമോ? ഞാൻ ആലോചിച്ച് നോക്കുക. ഒരു രാഷ്ട്രീയക്കാരനെ കൊത്തിപ്പറിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആ ശ്രമിക്കുന്നിടത്ത് ബേജാറായി മറുപടി പറയാൻ പ്രയാസപ്പെടും. ചോദ്യങ്ങൾ ഇങ്ങനെ വരിക ശരക്കണക്കിന്. ആ ചോദ്യങ്ങൾക്കൊക്കെ തന്മയത്വത്തോടു കൂടി മറുപടി. ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം, മലപ്പുറം ജില്ലയിലെ യുവാക്കളുടെ മനസ്സിനെ കഴുകനെ പോലെ കൊത്തിപ്പറിച്ചു പറന്ന ഒരു സംഭവമുണ്ട്, മെസ്സി. അല്ലെ? മെസ്സി വരും കേട്ടോ, അത് വരിക തന്നെ ചെയ്യും. മറ്റേ റെയിൽ വരും കേട്ടോ, അത് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ മെസ്സി വരും, നേരം പോകും. നമ്മൾ അന്നേ പറഞ്ഞു, മെസ്സിയെ വെച്ച് രാജ്യത്തെ കള്ളത്തരം നടത്തി, കപടത നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചു. മെസ്സിയുമായി വരവിൽ നടത്തിയിട്ടുള്ള അഴിമതിയെ കുറിച്ച് അദ്ദേഹം യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു, ആ പേപ്പർ എന്റെ മേശപ്പുറത്തേക്ക് എത്തിയിട്ടല്ലേ ഉള്ളൂ, ആ പേപ്പർ ഞാനൊന്ന് പഠിക്കട്ടെ. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയോ? യാതൊരു ലക്കും ലഗാനും ആ കരാറിലില്ല. മെസ്സിയോട് കരാറ് വെക്കാൻ, അതല്ലെങ്കിൽ ആ ക്ലബിനോട് കരാറ് വെക്കാൻ നേതൃത്വം കൊടുത്തത് ആരാന്ന് ചോദിച്ചപ്പോ നേതൃത്വം കൊടുത്തത് നമ്മുടെ മുട്ടില മരമുറി രാജാവ് ഇവിടെ ഉണ്ടാവും ചാനലുകാർ. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹ. എന്താ കാരണം എന്നറിയങ്ങൾ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാതിരി ഗോവിന്ദൻ ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞില്ലേ, എന്ന മാതിരി നമ്മളെ റിപ്പോർട്ടർ ചാനൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വീടിന്റെ മുന്നിലെ ഐശ്വര്യമായിട്ടാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനെ പറയല്ലേ, നിങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കല്ലേ. മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു, കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നു, എല്ലാവരെയും ആക്ഷേപിച്ചു. ഒറ്റ കാര്യം അതിലുള്ളൂ. എന്താ കാരണം? ഇപ്പൊ ഇന്നലെ അതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനെ പറ്റി ഒരു രണ്ട് പത്രക്കാർ തമ്മിലുള്ള ചർച്ചയിൽ, അതിലൊന്ന് KM ബഷീർ എന്ന് പറഞ്ഞ ഒരു പഴയ ലേഖകൻ, അദ്ദേഹവും വേറെ ലേഖകനുമായിട്ടുള്ള ചർച്ച. ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ചെക്കന്മാര് ചെറുപ്പത്തിലെ കള്ളന്മാരാണ്. KM ബഷീർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് അല്ല, UDF അല്ല,
ഒരു നിഷ്പക്ഷനായ പത്രപ്രവർത്തകൻ, ആ നിഷ്പക്ഷമായ പത്രപ്രവർത്തകനാ പറഞ്ഞത്, ഇവര് ചെറുപ്പം മുതലേ കളവ് നടത്തി, ചെറുപ്പം മുതലേ ഇതിനെ വഞ്ചിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ അവർ നമ്മുടെ വേദിയിലേക്ക് ഇതാ കടന്നു വരികയാണ്. കേരളത്തിന്റെ അഭിമാനമായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവായി, മതേതരത്വത്തിന് എവിടെയൊക്കെ ക്ഷീണമുണ്ടായിട്ടുണ്ടോ ആ മതേതരത്വത്തിനെതിരെ കടന്നു വരുന്ന ശക്തികൾക്കെതിരായി അതിശക്തമായ പോരാട്ടം നടത്തുന്ന ബഹുമാന്യനായ KC വേണുഗോപാൽ അവർ ഇതാ കടന്നു വരുന്നു. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. KC വേണുഗോപാലിന് അഭിവാദ്യങ്ങൾ, KC വേണുഗോപാലിന് അഭിവാദ്യങ്ങൾ. അവിടെ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. യോഗ നടപടിയിലേക്ക് നീങ്ങുന്നു. നേതാക്കന്മാർ ഈ യോഗത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകും. എല്ലാവർക്കും നമസ്കാരം.